പ്രൂവൺ കൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള തെളിവ് ആദ്യം ഞാൻ പറയാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് എൻട്രോപ്പി എന്ന കൺസെപ്റ്റാണ്. ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് ഫിസിക്സിലെ തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ ആണ് എൻട്രോപ്പിയെ പറ്റി പറയുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്നത് ക്രമരഹിതാവസ്ഥയുടെ അളവിനെയാണ്. ഇറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസോർഡർ. ഓക്കെ, അപ്പോൾ ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ, അതായത് ഒരു തനിയെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തില് എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് നിൽക്കും. അങ്ങനെയാണ് എൻട്രോപ്പിയുടെ സ്റ്റേറ്റ്മെന്റ്. തെർമോഡൈനാമിക്സിൽ സെക്കൻഡ് ലോ അതാണ് പറയുന്നത്. അതായത് ക്രമരഹിതാവസ്ഥ തന്നെത്താൻ കുറയില്ല, അതാണ് പറയുന്നത്. ഇപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാനൊരു സിമ്പിൾ ഡിസൈൻ പറയുന്നതാണ്. ദൈവാസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ സ്ഥിരമായി കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ വിശ്വാസികൾ പല സിദ്ധാന്തങ്ങളും കൊണ്ടുവന്നിട്ട് ദൈവാസ്തിത്വം തെളിയിക്കാൻ കഴിയാത്തത്? അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളത് ഒരു മനോജന്യ സങ്കല്പമാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോൾ വിശ്വസിക്കാതിരിക്കുന്നോ അതോടുകൂടി ദൈവം ഇല്ലാതെയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്ന, നമ്മുടെ തലച്ചോറിന്റെ മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സങ്കല്പമാണ് ദൈവം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ എൻട്രോപ്പി ഉപയോഗിച്ചിട്ടാണ് ഈ സാറ് ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇവിടെ എൻട്രോപ്പി എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻട്രോപ്പിയെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഈ എൻട്രോപ്പി ദൈവത്തിന്റെ ഒരു തെളിവായിട്ട് ഇവർ കൊണ്ടുവരാൻ കാരണം. എൻട്രോപ്പി എന്നതുകൊണ്ട് ദൈവത്തിന് ഒരു തെളിവാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു ലോക്കൽ അവസ്ഥയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ലോക്കൽ ഏരിയ മാത്രം, ഒരു വലിയ പ്രപഞ്ച